തെരച്ചിൽ ഇന്ന് നടത്തണമെന്ന് ഉദ്ദേശിച്ചതായിരുന്നു. എന്നാൽ ഇപ്പോൾ അവിടുത്തെ കാലാവസ്ഥ തെരച്ചിലിന് അനുയോജ്യമല്ല. കാലാവസ്ഥ അനുകൂലമായാൽ ഇന്ന് തന്നെ തുടങ്ങും. ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് എപ്പോഴാണ് നടക്കാൻ കഴിയുക, അതിന് ടൈമില്ല. നമുക്ക് നടത്താൻ കഴിയുന്ന അനുകൂല സാഹചര്യം എപ്പോഴുണ്ടാകുന്നു അപ്പോൾ നടത്തുക എന്നുള്ളതാണ്. അല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ, ജനങ്ങളുടെ ആശങ്ക അവസാനിക്കുന്നത് വരെ അല്ലെങ്കിൽ സംശയം അവശേഷിക്കുന്നത് വരെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ സംശയ നിവാരണാർത്ഥമുള്ള പ്രവർത്തനങ്ങൾ നടത്തും. ഇന്നലെ പരിശോധിച്ചപ്പോഴും ആ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ പരിശോധിച്ചത്. ആ പരിശോധനയിൽ അവരുടെ സംശയം ഊഹം ശരിയായിരുന്നു എന്ന റിസൾട്ടാണല്ലോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് നാട്ടുകാർ പറയുന്ന അല്ലെങ്കിൽ വളണ്ടിയർമാർ പറയുന്ന സന്നദ്ധ പ്രവർത്തകർ പറയുന്ന കാര്യത്തിൽ അത് അവഗണിച്ചുകൂടാ എന്ന് തന്നെയാണ് ഞങ്ങളിപ്പോൾ വിലയിരുത്തിയിട്ടുള്ളത്. അതുവരെ എല്ലാ ദിവസവും തെരച്ചിൽ തുടരാനാണോ തീരുമാനം? അല്ല, ആവശ്യപ്പെടുന്ന സ്ഥലത്ത് ഇപ്പോൾ ചെയ്തതാണല്ലോ. ഇപ്പോൾ അവിടുത്തെ നാട്ടുകാർക്ക് ഇന്ന സ്ഥലത്തൊന്ന് പരിശോധിച്ചാൽ കൊള്ളാമായിരുന്നു എന്നൊരാഗ്രഹപ്രകടനം നടത്തി. അത് ചർച്ച ചെയ്തു. അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് നടക്കട്ടെ എന്ന് തീരുമാനിച്ചു. കാരണം ഞങ്ങളുടെ ഈ ഓപ്പറേഷൻ്റെ വിജയം എന്ന് പറയുന്നത് ജനങ്ങളെ കൂടെ നിർത്തിക്കൊണ്ടുള്ള ഓപ്പറേഷനാണ് ആദ്യം മുതൽ തുടങ്ങിയത്. ആ രീതിയിലുള്ള മെക്കാനിസം ഇതിൻ്റെ പരിപൂർണതയിൽ എത്തുന്നത് വരെ ഞങ്ങൾ തുടരും. ഉണ്ട്, ഒന്ന് പോയിട്ട് വരുന്നുണ്ട്. കേന്ദ്ര സംഘം അവർ ബാച്ചുകളായി തിരിഞ്ഞ് ഏതൊക്കെ പ്രദേശങ്ങളാണ് പോകേണ്ടതെന്ന് അപ്പോൾ അവരൊരു ഇതുണ്ടാക്കുന്നുണ്ട്, ഒരു ടീമിനെ ഉണ്ടാക്കുന്നുണ്ട്. ആ ടീമാണ് പോവുക. അപ്പോൾ ഞാനൊന്ന് ചൂരൽമല വരെ ഒന്ന് കേന്ദ്ര സംഘം ദുരിതബാധിത പ്രദേശം മാത്രമാണ് സന്ദർശിക്കുന്നത്, അല്ലെങ്കിൽ ബാക്കിയുള്ള ഏതെങ്കിലും സ്ഥലങ്ങൾ സന്ദർശിക്കുന്നുണ്ടോ? സോ ദേ ക്യാൻ വിസിറ്റ് വേറെവർ ദേ തിങ്ക് ടു വിസിറ്റ്. ദാറ്റ് ഈസ് അവർ അപ്രോച്ച്. എവിടെയാണ് വിസിറ്റ് ചെയ്യണമെന്നാണ് അവരാഗ്രഹിക്കുന്നത്. എന്നാൽ നമുക്ക് വിസിറ്റ് ചെയ്തേ പറ്റൂ എന്നുള്ള സ്ഥലം ഞങ്ങളും ചൂണ്ടിക്കാണിച്ചിട്ട് അത് അവരും നമ്മളും തമ്മിൽ ഷെയർ ചെയ്യാണ്. അല്ലാതെ അതിനകത്ത് അതാണിപ്പോൾ അവരോട് ആലോചിക്കുന്നത്, എവിടെ പോകണം, ആരൊക്കെ പോകണം, എങ്ങനെ പോകണം എന്നൊരു ടീമിനെ അവരുണ്ടാക്കുന്നുണ്ട്. ആ ടീം എനിക്ക് തോന്നുന്നു ആദ്യം ഒരുമിച്ച് ചൂരൽമലയിൽ പോയി അവിടെ നിന്നായിരിക്കും പിന്നെ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്നത്തെ ചർച്ച വളരെ ഫലപ്രദമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർ വളരെ ശ്രദ്ധയോടുകൂടി നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ തയ്യാറായിട്ടുണ്ട്. നമ്മൾ ആവശ്യപ്പെട്ടതിൽ പ്രധാനമായും ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ കൃഷി, ലൈവ് സ്റ്റോക്ക്, ടൂറിസം, സ്മോൾ ബിസിനസ്, അതാണ് ഈ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ വന്നിട്ടുള്ള ഒരു ഇനം അതാണ്. രണ്ടാമത്തേത് വിദ്യാഭ്യാസവും സ്കില്ലിങ്ങുമാണ്. അപ്പോൾ വിദ്യാഭ്യാസമായിട്ടുള്ള രണ്ട് പ്രശ്നങ്ങൾ, ഒരു പ്രശ്നം അവിടെ MLA ഉന്നയിക്കുകയുണ്ടായത്, ഈ വിദേശത്ത് പോയിട്ടുള്ളവരുണ്ട്. അവരുടെ പഠനത്തിൽ ഇവിടെ നമ്മുടെ അനുഭവത്തിൽ ഒരു ഫാമിലി പൂർണ്ണമായും ഈ ഒരു വിദ്യാർത്ഥി ഒഴിച്ച് ബാക്കി എല്ലാവരും പിന്നെ നഷ്ടപ്പെട്ടു പോയ ഒരു സ്ഥിതിയാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ എന്ത് ചെയ്യാൻ കഴിയും? അങ്ങനെ വരുമ്പോൾ നമുക്ക് ലോണിലേക്ക് വരുന്നത്. കാർഷിക ലോണുണ്ട്, ഹൗസ് ലോണുണ്ട്, ഇൻഡസ്ട്രി ലോണുണ്ട്, സ്മോൾ ഇൻഡസ്ട്രി ലോണുണ്ട്, എഡ്യൂക്കേഷണൽ ലോണുണ്ട്. ഈ തരം കാര്യങ്ങൾ എങ്ങനെ പരിഹരിക്കാൻ കഴിയും? ഒന്നുകിൽ എഴുതി തള്ളുക, അല്ലെങ്കിൽ അത് മീറ്റ് ചെയ്യാൻ ആവശ്യമായ ഏതാണോ പ്രായോഗികം. പിന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ടത്, ഈ നഷ്ടപരിഹാര തുക നിശ്ചയിക്കുന്ന ഒരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡം വളരെ പഴയ മാനദണ്ഡമാണ്. ആ പഴയ മാനദണ്ഡത്തെ അടിസ്ഥാനമാക്കി നഷ്ടപരിഹാരം തിട്ടപ്പെടുത്താൻ പോയാൽ അതിവിടെ ഒന്നിനും തികയില്ല. അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടതല്ല നിർദ്ദേശിച്ചത്, ഈ മാനദണ്ഡങ്ങളിൽ പിടിച്ചു നിൽക്കാതെ യഥാർത്ഥത്തിൽ എത്ര നഷ്ടമുണ്ടായോ ആ നഷ്ടം കണക്കാക്കുന്ന ഒരു മെക്കാനിസത്തിലേക്ക് പോകണമെന്ന് അവരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അവരതെല്ലാം സശ്രദ്ധം കേട്ടു. അവർക്കും ചില നിയമങ്ങൾ ഇട്ട് ആ നിയമമനുസരിച്ച് അവർക്കും പ്രവർത്തിക്കാം. പക്ഷേ വളരെ നല്ല നിലയിലുള്ള ഒരു പ്രതികരണമാണ് അവരുണ്ടായത്. കഴിയുന്നത്ര നേരത്തെ റിപ്പോർട്ട് സമർപ്പിക്കാമെന്നുള്ളൊരു ധാരണയോടെയാണ് യോഗം പിരിഞ്ഞത്.